പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-ാം തിരുവചനം പറയുന്നു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. സഹനത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും ഇടുങ്ങിയ വാതിലിലൂടെയാണ് നാം പ്രത്യാശയോടെ കടന്നു പോകേണ്ടത്. അത് നിത്യജീവനിലേക്കുള്ള വഴിയാണ്. എന്നാൽ ലോകത്തിൻ്റെ വഴി വിശാലമാണ്, അത് നാശത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം തന്നെയായ യേശു സ്വയം ശൂന്യനായി മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ച് നമുക്ക് വേണ്ടി, നമുക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടി പീഡകൾ ഏറ്റെടുത്ത് കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കാൽവരിയിൽ അർപ്പിച്ച ബലി നാം അനുഭവിക്കുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്. കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിച്ചാണ് നാം ശക്തി ആർജിക്കേണ്ടത്. നമ്മോടൊപ്പമായിരിക്കാൻ അപ്പത്തിൻ്റെ രൂപത്തിലായി മാറിക്കൊണ്ട് തിരുവോസ്തിയിൽ ഇന്നും എന്നും യേശു ജീവനോടെ വസിക്കുന്നു. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്ന് യേശുവിനെ യോഗ്യതയോടെ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ജീവൻ സമൃദ്ധമായി ഉണ്ടാകുന്നത്. യേശു ജീവൻ്റെ അപ്പമാണ്. സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ് യേശു. യേശു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്ന്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ൽ യേശു പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമത്രേ. അപ്പോൾ നമുക്ക് നിത്യജീവൻ നൽകുന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ് രക്ഷകനായ യേശു ക്രിസ്തു. മാനുഷികമായ വിശപ്പും ദാഹവും അകറ്റുവാൻ നാം യേശുവിൻ്റെ അടുക്കലേക്ക് വരണം. യേശുവിൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും യേശു തള്ളിക്കളയുകയില്ല. കർത്താവിൻ്റെ വാഗ്ദാനം നിത്യജീവനാണ്. യേശു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരികയില്ല എന്ന്. അപ്പോൾ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട്, വചനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട്, യേശുവാകുന്ന ജീവൻ്റെ അപ്പം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ശക്തി നേടാനായിട്ട് കഴിയണം. ഇതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.